ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ഓറിയൻറ്റഡ് സർഫസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊബിയസ് സ്ട്രിപ്സിനെ പറ്റി അല്ലേ, അതെല്ലാവരും നോക്കിയിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഒരു ഓറിയൻറ്റഡ് സർഫസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനിങ്ങനെ ഓറിയൻറ്റ് ചെയ്തിട്ട് അത് കണ്ടിന്യൂസ് യൂണീക്ക് വേരിലൂടെ നമുക്ക് ഇത് രണ്ട് സർഫസ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എ സ്മൂത്ത് സർഫസ് എസ് ഈസ് said to be orientable if the positive normal direction when given at an arbitrary point P naught of the surfaces can be continued in a unique and continuous way to the end surface. നമുക്ക് end surfaceൽ പോകാൻ പറ്റും. A two-sided surface is said to be orientable and one-sided surface is said to be non-orientable. അപ്പോൾ ടു സൈഡഡ് സർഫസ് എന്തായിരിക്കും? ഓറിയൻറ്റബിൾ ആയിരിക്കും. വൺ സൈഡഡ് സർഫസ് എന്താണ്? ഓറിയൻറ്റബിൾ ആയിരിക്കും. ഇൻ ദി ഫിഗറിൽ നോക്കാം, നമുക്ക് രണ്ട് വെക്ടേഴ്സ് കാണാൻ, ഒന്ന് എന്നും ഒന്ന് മൈനസ് എന്നും അല്ലേ. The vectors vector n and vector minus n point to opposite side of the surface and hence distinguish between the two sides. അല്ലെ, രണ്ട് സൈഡ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ആ രണ്ട് വെക്ടേഴ്സ് ആണ്. The unit vectors are said to be form an orientation of the surface. Okay, ഒരു എക്സാമ്പിൾ നോക്കാം. Consider the sphere of radius a greater than 0, x square plus y square plus z square equal to a square. If we define g of x y z equal to x square plus y square plus z square minus a square, then അതിൻ്റെ ഗ്രേഡിയൻ വെക്ടർ ഡെൽറ്റ ജി എന്ത് വരും? 2x i cap plus 2y j cap plus 2z k cap. then അതിൻ്റെ നോം എന്ത് വരും? നോം ഡെൽ ജി ഈക്വൽ ടു റൂട്ട് ഓഫ് 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ പ്ലസ് 4z സ്ക്വയർ. നമുക്ക് റൂട്ട് 4നെ പുറത്തെടുക്കുമ്പോൾ 2 ആയിട്ട് മാറും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പറഞ്ഞാൽ എ സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് എ സ്ക്വയർ ആണ് എ വരും. ദാറ്റ് ഈസ് 2a വരും. Then the two orientations of the surface are the unit normal vectors at each point x, y, z on the sphere is given by vector n equal to എന്താ? Vector n of x, y, z equal to x by a I cap plus y by a j cap plus z by a k cap. അങ്ങനെ കിട്ടിയിട്ടുള്ളത് നമ്മൾ ഈ ഡെൽറ്റ ജി നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ നോം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് എക്സ് ബൈ എ ഐ ക്യാപ് പ്ലസ് വൈ ബൈ എ ജെ ക്യാപ് പ്ലസ് സെഡ് ബൈ എ കെ ക്യാപ്, അല്ലെങ്കിൽ 1 ബൈ എ ഇൻറ്റു എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ് എന്ന് കൊടുക്കാൻ പറ്റും. n1 ഈക്വൽ ടു നമ്മൾ അത് ചൂസ് ചെയ്യും. n1 ആയിട്ട് നമ്മൾ എന്തെടുത്തു? മൈനസ് ഓഫ് വെക്ടർ n ആയിട്ട് ചൂസ് ചെയ്തു. അപ്പോൾ എന്ത് വരും? മൈനസ് എക്സ് ബൈ എ ഐ ക്യാപ്പ് മൈനസ് വൈ ബൈ എ ജെ ക്യാപ്പ് മൈനസ് സെഡ് ബൈ എ കെ ക്യാപ്പ്. ആ സർഫസിൻ്റെ രണ്ട് വെക്ടേഴ്സ് ആണ്, ഒന്ന് വെക്ടർ എന്നും ഒന്ന് വെക്ടർ n1ഉം. ഓക്കെ, മറ്റേതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. സോ വെക്ടർ n ഈക്വൽ ടു മൈനസ് എൻ ഈക്വൽ ടു ഇതായിട്ട് ചൂസ് ചെയ്തു. ദെൻ നമ്മൾക്ക് വെക്ടർ എൻ ഈക്വൽ ടു ഇതും വെക്ടർ n1 ഈക്വൽ ടു അതും കിട്ടി. സോ ദ വെക്ടേഴ്സ് ഫീൽഡ് വെക്ടർ n ഡിഫൈൻസ് ആൻ ഔട്ട്വേർഡ് ഓറിയൻറ്റേഷൻ വെറാസ് വെക്ടർ n1 ഈക്വൽ ടു മൈനസ് വെക്ടർ n ആയതുകൊണ്ട് ഒന്ന് ഔട്ട്വേർഡ് ആണെങ്കിൽ മറ്റെന്തായിരിക്കും? ഇൻവേർഡ് ആയിരിക്കും. ഒന്ന് ഉള്ളിലേക്കാണ്, ഒന്ന് പുറത്തേക്കായിരിക്കും. രണ്ടും ഓപ്പോസിറ്റ് ആണ് പറഞ്ഞത്, എന്നും മൈനസ് എന്നും. സോ മൈനസ് എൻ ആയിട്ട് നമ്മൾ എന്ത് ചൂസ് ചെയ്തത്? n1 വിച്ച് ഡിഫൈൻ ആൻ ഇൻവേർഡ് ഓറിയൻറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇൻറ്റഗ്രൽസ് ഓഫ് വെക്ടർ ഫീൽഡ്. വെക്ടർ ഫീൽഡിൻ്റെ ഇൻറ്റഗ്രേഷൻ ഏത് രൂപത്തിലാണ് വരിക നമുക്ക്? ഇഫ് വെക്ടർ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു പി ഐ കെ പ്ലസ് ക്യൂ ജെ കെ പ്ലസ് ആർ കെ കെ. ഇവിടെ പിയും ക്യൂവും ആറൊക്കെ എന്താണ്? പി ഓഫ് എക്സ് വൈ സെഡ്, പി ഓഫ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ്, ആർ ഓഫ് എക്സ് വൈ സെഡ്, അതായത് എക്സ് വൈ സെഡിൻ്റെ ടൈമിലുള്ള ഫംഗ്ഷൻസ് ആണ്. ഇസ് ദ വെലോസിറ്റി ഫീൽഡ് ഓഫ് എ ഫ്ലൂയിഡ്. ദെൻ ആസ് ഷോൺ ഇൻ ദി ഫിഗർ ദ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഫ്ലോവിങ് ത്രൂ ആൻ എലമെൻറ്റ് ഓഫ് ദി സർഫസ് ഏരിയ ഡെൽറ്റാസ്. അപ്പോൾ ഇതാണ് ആ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ആയിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു സർഫസ് എസ് നമ്മൾ ഈ റെക്റ്റാങ്കിൾ അതിനുള്ളിൽ ഫ്ലോ ചെയ്യുന്ന അതിൻ്റെ ഡെൽറ്റ എസ് പെർ യൂണിറ്റ് ടൈമിൽ ആ സർഫസിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ നമ്മൾ എടുക്കുകയാണ്. ഇസ് അപ്രോക്സിമേറ്റ്ലി ഗിവൺ ബൈ ഹൈറ്റ് ഇൻറ്റു ബേസ് ഏരിയ ഈക്വൽ ടു വെക്ടർ ഫീൽഡ് എഫിൻ്റെ കോമ്പണൻറ്റ് ഇൻ ദി വെക്ടർ എന്നിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പണൻറ്റ് ഇൻറ്റു ഡെൽറ്റ എസ് വരിക. ദാറ്റ് ഈസ് വെക്ടർ എഫ് ഡോട്ട് വെക്ടർ എൻ ഇൻറ്റു ഡെൽറ്റ എസ് ആണ് വരിക. ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ളതിൻ്റെ എന്ത് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ. വേർ വെക്ടർ എൻ ഈസ് യൂണിറ്റ് നോർമൽ ടു ദി സർഫസ്. ഓക്കെ, ആ സർഫസിന് യൂണിറ്റ് നോർമൽ ആയിട്ട് വരുന്ന അതാണ് വെക്ടറാണ് വെക്ടർ എൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് പാസിംഗ് ത്രൂ ദി എസ്. നമുക്ക് ആ പെർട്ടിക്കുലർ എസ്സിൽ ആ ഡെൽറ്റ എസ് ആണ് ഏരിയയിലുള്ളതാണ് എഫ് ഡോട്ട് എൻ ഇൻ ഡെൽറ്റ എസ്. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ടുള്ള വോളിയം എന്താന്ന് പറഞ്ഞാൽ വോളിയം എസ് പെർ യൂണിറ്റ് ടൈം എന്ന് നമുക്ക് എന്താ വിച്ച് ഈസ് കോൾഡ് ദി ഫ്ലക്സ്. അപ്പോൾ ടോട്ടൽ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് പാസിംഗ് ത്രൂ ദി സർഫസസ് പെർ യൂണിറ്റ് ടൈം പറഞ്ഞാൽ അതിൻ്റെ ഫ്ലെക്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലെക്സ് ഓഫ് ദാറ്റ് വെക്ടർ ഫീൽഡ് എഫ് ത്രൂ ദ സർഫസസ്. സോ ഫ്ലെക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരിക? ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഇൻറ്റു ഡി എസ് ആണ് വരിക. ഇൻ ദി കേസ് ഓഫ് എ ക്ലോസ്ഡ് സർഫസസ് ഇഫ് വെക്ടർ എൻ ഈസ് ഇൻ ദി ഔട്ട്വേർഡ് ഓർ ഇൻവേർഡ് നോർമൽ ടു ദി then the flux equation given the volume of the fluid flowing out
or in through that surface as per unit time. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ വെക്റ്റർ n ആണെങ്കിൽ ഔട്ട്വേർഡ് ആണെങ്കിൽ അതിൻ്റെ വോളിയം ആയിരിക്കും ഫ്ലോയിങ് ഔട്ട്. ഇൻവേർഡ് ആണെങ്കിൽ വോളിയം ഫ്ലോയിങ് ഇൻവേർഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, ക്ലോസ്ഡ് സർഫസ് ആണ്. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ നോക്കാം. ഫ്ലക്സ് ത്രൂ എ സർഫസ്. ലെറ്റ് വെക്റ്റർ എഫ് ഈക്വൽ ടു സെഡ് ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ് represent the flow of a fluid or liquid. Find the flux of the field vector F through the surfaces given by that portion of the plane z equal to 6 minus 3x minus 2y in the first octant oriented upward. ഇതാണ് നമുക്ക് ഫിഗർ എന്ന് പറയുന്നത്. ഓറിയൻറ്റഡ് അപ്വേർഡ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ 3x നമ്മളുടെ സർഫസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സെഡ് ജെ മൈനസ് സെഡ് ക്യാപ്പ് ആണ്. അതിൻ്റെ വെക്റ്റർ ഫീൽഡ് ആണ്. നമ്മുടെ സർഫസ് എന്തായിരുന്നു? സെഡ് ഈക്വൽ ടു 6 മൈനസ് 3x മൈനസ് 2y ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഒപ്റ്റൻറ്റിലേക്ക് നമ്മൾ അതിനെ എക്സ് വൈ പ്ലെയിനിലേക്ക് നമ്മൾ അതിനെ പ്രൊജക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് മാറും? സർഫസ് 3x പ്ലസ് 2y ഈക്വൽ ടു 6 ആയിട്ട് മാറും, കാരണം അവിടെ z 0 ആവുന്ന പോകുന്നുണ്ട്. ദ വെക്റ്റർ ഫീൽഡ് ആൻഡ് ദ സർഫസ് ആർ ഷോൺ ഇൻ ഫിഗർ ബൈ ഡിഫൈനിങ് ദി പ്ലെയിൻ ബൈ g of x y z ഈക്വൽ ടു 3x പ്ലസ് 2y പ്ലസ് z ഈക്വൽ ടു z minus 6 is equal to 0. We see that the unit normal with a positive k cap common. അത് സെഡ് ആക്സിലാണ് വരുന്നത്. അപ്പോൾ സെഡ് ആക്സിസ് ആയിരിക്കും അതിന് കോമൺ ആയിട്ട് നോർമൽ ആയിട്ട് വരുന്നത്. സോ കെ ക്യാപ്പ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. വെക്റ്റർ n ഈക്വൽ ടു ഡെൽറ്റ ജി ബൈ നോം ഡെൽറ്റ ജി ആണ് അല്ലേ. 3i ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് കെ ക്യാപ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 9 പ്ലസ് 4 പ്ലസ് 1 ആയിട്ട് നമുക്ക് ഡെൽറ്റ ജി ബൈ നോം ഡെൽറ്റ ജി കിട്ടും. ദാറ്റ് ഈസ് 3 ബൈ റൂട്ട് 14i ക്യാപ് പ്ലസ് 2 ബൈ റൂട്ട് 14j ക്യാപ് പ്ലസ് 1 ബൈ റൂട്ട് 14 കെ ക്യാപ്. ദെൻ വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ n ഈക്വൽ ടു എന്ത് വരും? വെക്റ്റർ എഫ് പറഞ്ഞാൽ സെഡ് ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ്പ് ആണ്. അതിൽ ഐയുടെ ടേം ഇല്ല. സോ ഈ ഡോട്ട് 3 ബൈ റൂട്ട് 14 ഐ ക്യാപ് പ്ലസ് 2 ബൈ റൂട്ട് 14 ജെ ക്യാപ് പ്ലസ് 1 ബൈ റൂട്ട് 14 കെ ക്യാപ്പ് എന്ത് വരും? 2z ബൈ റൂട്ട് 14 പ്ലസ് z ബൈ റൂട്ട് 14 ആൻഡ് ഇൻ ഡിനോമിനേറ്റർ റൂട്ട് 14 ആൻഡ് ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ 3z ബൈ റൂട്ട് 14 വരും. സോ ഫ്ലെക്സ് is equal to എന്ത് കിട്ടും? ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് ആണ് അല്ലേ. അപ്പോൾ 1 ബൈ റൂട്ട് 14 എന്താണ്? കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുക്കാം. ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് 3z ഡി എസ്. ഓക്കെ, ഇവിടെ ഡി എസ് സർഫസ് ഡി എസ് രൂപത്തിലാണ്. നമുക്ക് അതിനെ എക്സ് വൈ സെഡിലേക്കുള്ള പ്രൊജക്ഷൻ എടുക്കണം. വിത്ത് ആർ ഈസ് ദി പ്രൊജക്ഷൻ ഓഫ് ദി സർഫസ് ടു ദി എക്സ് വൈ പ്ലെയിൻ. വി ഫൈൻഡ് ഫ്രം ദ സർഫസ് ഇൻറ്റഗ്രൽ ഓവർ ദി സർഫസ് സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈയിൽ അത് നമുക്ക് എന്ത് കിട്ടും? ഐ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് എഫ് ഡി എസ് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈൻ്റെ രൂപത്തിലാണ് ഫംഗ്ഷൻ ഉണ്ടല്ലോ. എക്സ് വൈ പ്ലെയിനിലേക്ക് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ റൂട്ട് ഓഫ് ഡോ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് 1 ഡി ആയിട്ട് മാറും. ഇവിടെ എഫ് ഈക്വൽ ടു 3 ഇൻറ്റു 6 മൈനസ് 3x മൈനസ് 2y ആണ്. ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈയും കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 14 വരും. ഓക്കെ, റൂട്ട് 14 ഇൻറ്റു ഡി എ വരും. ദാറ്റ് ഈസ് ഇവിടെ ഡി എ നമ്മൾ ഡി എസിന് എന്താക്കി മാറ്റുക? ഡി എയിലേക്ക് മാറ്റുമ്പോൾ എന്തായിട്ട് മാറണം? അത് നോം ഡെൽറ്റ ജി ഇൻറ്റു ഡി എ ആണ് വരിക. ഡി എസിന് നമ്മൾ ഡി എയിലേക്ക് മാറ്റും. ഡി എസ് എസ് ഈക്വൽ ടു എന്താണ്? നോം ഡെൽറ്റ ജി ഇൻറ്റു ഡി എ ആണ് വരിക. സോ ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 14 എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്ക് വന്നിട്ട് 3 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 2 ഇൻറ്റഗ്രൽ 0 to 3 മൈനസ് 3x ബൈ 2 ഇൻറ്റു 6 മൈനസ് 3x മൈനസ് 2y ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി എക്സ് വരും. അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. എന്ത് ചെയ്യുക? ആദ്യം വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുക, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക. ഇൻറ്റഗ്രേഷന് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ എഫ് ഡി എസിനെ ഇതിലേക്ക് മാറ്റിയപ്പോൾ നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടെ റൂട്ട് ഓഫ് ഡോ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് 1 വന്നു. എഫ് ഈക്വൽ ടു എന്താന്ന് എഴുതാം. എഫ് ഈക്വൽ ടു എന്താ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്? എഫ് ഈക്വൽ ടു നമ്മളുടെ 6 മൈനസ് 3x മൈനസ് 2y. ഓക്കെ, അത് നമുക്ക് എന്ത് കിട്ടും? എഫ് ഈക്വൽ ടു 6 മൈനസ് 3x മൈനസ് 2y എന്ന് വരും. കാരണം സെഡിന് നമ്മൾ എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ എടുത്തതുകൊണ്ട്. ഓക്കെ, ഇൻറ്റു റൂട്ട് ഓഫ് ഇത് സെയിം നമുക്ക് വന്നിട്ട് റൂട്ട് 14 ഇൻറ്റു ഡി എ വരും. സോ റൂട്ട് 14 നമ്മൾ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കുന്നു. ദെൻ 3 ഇൻറ്റു വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ ഈക്വൽ ടു നമുക്ക് എന്ത് വരുന്നു? 18 എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ ഇൻറ്റഗ്രേഷൻ ഞാൻ കറക്റ്റ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തൊരു വർക്കായിട്ട് എടുക്കുക. കുറച്ച് ചെയ്യാനുണ്ട്. ഇൻറ്റഗ്രേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന സംഭവമാണ്. ഓക്കെ.